എത്രയോ വലുതാണ് ഈ ഭൂമിയുടെ അവസ്ഥകൾ. ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്, ഭൂമി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും അതിലെ ഓരോ ചരാചരങ്ങൾ നിർമ്മിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെട്ടതും നമുക്ക് എത്ര വായിച്ചാലും ചിലവർക്ക് സംശയങ്ങൾ ഉണ്ടാകാം. പക്ഷെ ബൈബിൾ പറയുന്നു, അവൻ്റെ വാക്കിനാൽ സകലവും ഉരുവായി. ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റാണ് ഈ കാണുന്ന പുനലൂർ തൂക്കുപാലം. അത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷേ ഭൂമിയുടെ ഹിസ്റ്റോറിക്കൽ അത് ദൈവത്താൽ ഉരുവായതാണ്. ദൈവജനം പറയുന്നു, എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. സൃഷ്ടിപ്പിൻ്റെ 1-ാം ദിനവും 2-ാം ദിനവും 3-ാം ദിനവും 4-ാം ദിനവും 5-ാം ദിനവും 6-ാം ദിനവും 7-ാം ദിനത്തിൽ സ്വസ്ഥമായിരുന്നവൻ 6-ാം ദിനത്തിൽ മനുഷ്യജാതിയെ ദൈവം നിർമ്മിച്ചു. ശ്രദ്ധിക്കണേ എൻ്റെ പ്രിയ സുഹൃത്തെ, മാതാവേ, പിതാവേ, സഹോദര കുഞ്ഞെ, നിന്നെ ദൈവത്തിന് നിർമ്മിച്ചതിൽ ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യൻ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിത ഈ തൂക്കുപാലത്തിന് അന്ന് യാത്ര ചെയ്യാൻ ഒരു മൂവ്മെൻ്റ് ആവശ്യമായിരുന്നു, ഒരു യാത്ര വേ ആവശ്യമായിരുന്നു. പുതിയ കാലം പിറന്നപ്പോൾ ഈ പാലം ഒരു ചരിത്ര സ്മരണയായി മാറി. പുതിയൊരു പാലം ഇപ്പുറത്ത് നിർമ്മിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കുവാൻ ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു പാത ഒരുക്കപ്പെട്ടു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിന് ദൈവം ഒരു വഴി തുറക്കപ്പെട്ടു, ക്രിസ്തുവിലൂടെയുള്ള വഴി. അതാർക്കും ആ വഴി കെട്ടിയടയ്ക്കുവാൻ കഴിയത്തില്ല. ആർക്കും ആ വഴിയെ കെട്ടിയടയ്ക്കുവാൻ കഴിയത്തില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കുവാൻ കഴിയത്തില്ല. അതേ പ്രിയ സ്നേഹിത, ഈ പാലം ചരിത്രങ്ങൾക്കപ്പുറത്ത് ചിലപ്പോൾ ഇത് മറയപ്പെട്ടേക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതും തകർന്നു പോയേക്കാം. പക്ഷെ ക്രിസ്തു ഒരുക്കിയ വഴി, ക്രിസ്തുവിലൂടെ തുറക്കപ്പെട്ട വഴി ആർക്കും കെട്ടിയടയ്ക്കുവാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ അവസാനത്തോടും ആ വഴി നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും. അതെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞവൻ നിനക്ക് വേണ്ടിയുള്ള വഴി ഇന്നു പകലും തുറക്കുവാൻ ശക്തനാണ്. God bless you in Jesus' name. Amen.